സന്തോഷാണ് പാപ്പ. അന്നൊരു സന്തോഷം നേരെ നടക്കണമെങ്കിൽ പെരിക്കാണ് കയറിക്കൊന്നു. മക്കളിങ്ങോട്ട് വന്നാണേ. എത്ര കാലത്ത് ഞാൻ പാപ്പാനോട് ഒരു ഫോൺ മേടിച്ചു തരാൻ പറയണോ? ഇജന്നെ എന്റെ പാപ്പാനോട് പോയി പറഞ്ഞോ? ഞാൻ പിന്നെ പറയാം. ആമിന എന്നാ എന്നോട് പറഞ്ഞോ? ഞാൻ എത്ര കാലമായി നിങ്ങളോട് പറയണ ഒരു ഫോൺ വാങ്ങിത്തരാം. നിങ്ങൾക്ക് വാങ്ങി കൊടുത്തൂടെ? ആമിന ആഗ്രഹമില്ലാറ്റല്ലോ. നമുക്കറിയില്ല നമ്മളെ അവസ്ഥ. ഇപ്പൊ ജോലിയൊക്കെ കുറവാ. എന്നാലും പറയുമ്പോ ഞാൻ നോക്കട്ടെ. കുഴപ്പമില്ല. പിന്നല്ലാതെ ഇത്രക്ക് അടിപൊളിയായിട്ട് പരിപാടികൾ ഇതുവരെ കണ്ടിട്ടില്ല. അത് കാണൂല. എന്തൊരു പരിപാടിയാണ്. വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ലേ? എന്താണ് എനിക്കിന്റെ സ്വഭാവം അറിയില്ലേ? എനിക്കെന്റെ സ്വഭാവം നല്ല അറിയാം. അതുകൊണ്ട് ഞാൻ പറയുന്നത് അധികം കളിക്കാൻ നിൽക്കണ്ടോ. കൊന്നു കളി ഞാൻ എന്നെ. അല്ല നവാസോല് പറഞ്ഞു കേട്ടോ. എന്നെ കൊന്നു കളന്നൊക്കെ പറയണ്ടേ? ഓ പിന്നെ പെരുന്നത്ത് വെച്ച് കാണാം. അല്ല അല്ല ഇപ്പൊ ഫോണിനൊക്കെ എത്രയാവും? ഒരു 20-25,000. ഈ എങ്ങോട്ടാടാ പോണേ? സെൻഡോഫിന്. അത് സെൻഡോഫ് ഇപ്പോഴും കഴിഞ്ഞില്ലേ? മുമ്പാടി ഉണ്ട് പാപ്പാ. ഇപ്പൊ വീട്ടിൽ എങ്ങനത്തെ പോണാ വേണ്ടേ? സ്വഭാവം അറിയില്ലേ? ശോഭാസ് എണീക്കടാ. പനി വിട്ടു പോവല്ലടാ. ആമിന എന്റെ കുട്ടിക്കൊരു സാധനം വാങ്ങിക്കണു. അതിനോട് കൊറേ കാലമായി ചോദിക്കണു. ഞാൻ അത് എടുത്തിട്ട് വരാം. ഷഹബാസ് ഇത് കൊണ്ടോ? ജീവനല്ല, ഒരു ജീവിതമാണ്. അവരുടെ മാതാപിതാക്കൾ എന്തെല്ലാം ലക്ഷ്യത്തോടെ കൂടെ ആയിരിക്കും അവരെ പോറ്റി വളർത്തിയത് എന്ന് മാത്രം ഒരു നിമിഷം ചിന്തിക്കുക. ഒരു പുഞ്ചിരിയിൽ നിന്നുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇവയെല്ലാം.